ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സംബന്ധിച്ച് പ്രതിപക്ഷം ഉയർത്തിയ അതേ ആരോപണങ്ങളാണ് സിനിമയിലെ വനിതകളുടെ കൂട്ടായ്മയായ WCC ഉയർത്തുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറയുന്നു. പരാതി കൊടുത്താൽ വേണമെങ്കിൽ അന്വേഷിക്കാമെന്ന സർക്കാരിന്റെ നിലപാട് ശരിയല്ലെന്നാണ് പ്രതിപക്ഷത്തിന്റെ നിലപാട്. അതുതന്നെയാണ് WCCയും പറഞ്ഞിരിക്കുന്നത്. അതേസമയം പ്രതിപക്ഷം ഉയർത്തിയ വാദത്തിനാണ് ധനകാര്യമന്ത്രി പിന്തുണ നൽകിയത്. KN ബാലഗോപാൽ തനിക്ക് പിന്തുണ നൽകിയെന്നും ആരോപണ വിധേയരെയും ഇരകളെയും ഒന്നിച്ചിരുത്തി കോൺക്ലേവ് നടത്തുന്നത് തെറ്റാണെന്ന പ്രതിപക്ഷവാദം തന്നെയാണ് WCCയും പറഞ്ഞതെന്നും അദ്ദേഹം പറഞ്ഞു. കൊച്ചിയിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു പ്രതിപക്ഷ നേതാവ്. സിനിമാ തൊഴിലിടത്തിൽ നടക്കുന്ന ക്രൂരമായ ലൈംഗിക ചൂഷണത്തെയും ലഹരി ഉപയോഗത്തെയും കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തു കൊണ്ടുവന്നത് WCCയാണ്. മൊഴികളും തെളിവുകളും സർക്കാരിന്റെ കയ്യിൽ ഇരുന്നിട്ടാണ് ഒരു നടപടിയും സ്വീകരിക്കാതിരുന്നതെന്നും VD സതീശൻ കുറ്റപ്പെടുത്തി. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും മന്ത്രി KN ബാലഗോപാലിനും വിഭിന്ന അഭിപ്രായങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. അതിനെ കൂടുതൽ വെളിവാക്കുന്ന തരത്തിലായിരുന്നു VD സതീശന്റെ പ്രതികരണവും. എനിക്ക് അതിനെപ്പറ്റി അറിയില്ല. പക്ഷേ വളരെ കൃത്യമായിട്ട് മുഖ്യമന്ത്രി പറഞ്ഞു. കൃത്യമായ ആവശ്യമായ ശക്തമായ നിലപാടുകളും നടപടി ഇക്കാര്യത്തിൽ ഗവൺമെൻറ്റിനുണ്ട്. ഈ കമ്മീഷൻ റിപ്പോർട്ട് ഇപ്പോൾ വന്നിട്ടുണ്ട്. അത് സംബന്ധിച്ച് പുറത്തുവിടാവുന്ന കാര്യങ്ങൾ വന്നിട്ടുണ്ട്. കേരളത്തിൽ അതിനകത്തൊരു അഭിപ്രായ വ്യത്യാസം ഇല്ലല്ലോ. ശക്തമായ നിലപാട് അതിനകത്തുണ്ട്. തെറ്റായ കാര്യങ്ങൾ ആര് കാണിച്ചാലും, അത് സിനിമാ രംഗത്തല്ല, അല്ലാതെ ഏത് രംഗത്ത് കാണിച്ചാലും നിയമങ്ങൾ ഒരുപോലെയാണല്ലോ. അതിനെ സംബന്ധിച്ച് വളരെ വിശദമായ ഒരു പഠനം നടന്നതുകൊണ്ട് സിനിമാ രംഗത്തെ ചില ഉള്ളിലുള്ള കാര്യങ്ങൾ സംബന്ധിച്ച് അത് വന്നിട്ടുണ്ട്. ഏത് രംഗത്തായാലും നിയമത്തിൻ്റെ മുന്നിൽ നിന്നും ഒരാൾക്ക് ഒഴിഞ്ഞു നിൽക്കാൻ പറ്റില്ല. കർശനമായ നിയമ സംവിധാനമാണുള്ളത്. അതൊരു പ്രത്യേക ഒരു സ്റ്റേജിന് ഒരു പ്രത്യേക പ്രിവിലേജ് ഇല്ല. അപ്പോൾ അതുകൊണ്ട് ശക്തമായ നിലപാടുണ്ടാവും. അത്തരം കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ നിലപാടും നടപടി ഉണ്ടാവുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു കഴിഞ്ഞു. മുഖ്യമന്ത്രിയും ബന്ധപ്പെട്ട മറ്റുള്ളവരും സാംസ്കാരിക വകുപ്പ് മന്ത്രി നേരത്തെ പ്രതികരിച്ചു. അതുകൊണ്ട് അതാണ്. ഏതെങ്കിലും പ്രത്യേക കാര്യങ്ങളുണ്ടോ എന്നുള്ളത് അതിനകത്തെ കാര്യങ്ങൾ എനിക്ക് വേറെ അറിയില്ല. എന്തായാലും ഒരു ഹൈക്കോടതി ജഡ്ജിയുടെ നേതൃത്വത്തിലാണല്ലോ, നമ്മളെക്കാളും നിയമം കൈകാര്യം ചെയ്യുന്ന ഒരു ജഡ്ജിയും അതുപോലുള്ള ഒരു കമ്മിറ്റിയാണ് അതെടുത്തത്. അപ്പോൾ അത് സംബന്ധിച്ച് അതിനകത്ത് നിയമപരമായ കാര്യങ്ങൾ അവർ നോക്കിയിട്ടുണ്ടാവും. എന്തായാലും ആ റിപ്പോർട്ടിനകത്ത് പറഞ്ഞേക്കുന്ന കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കും. അപ്പോൾ ഈ നമുക്ക് കാര്യങ്ങൾ നോക്കി അവർ ചെയ്യാം. നമുക്ക് പുറത്തു നിന്നിട്ട് ഈ കാര്യങ്ങൾ ചെയ്യുന്നത് പറഞ്ഞിട്ട് കാര്യമില്ല. നിയമപരമായ നിലവിലുള്ള നിയമം ഞാൻ പറഞ്ഞല്ലോ, നിലവിലുള്ള സിയോമോട്ടോ കേസെടുക്കുന്നതിനായാലും അല്ലാതെ കേസെടുക്കുന്നതിനായാലും നിലവിൽ ഇന്ത്യയിൽ ഒരു നിയമ സംവിധാനമുണ്ട്. ഇപ്പോൾ പുതുക്കിയ അമെൻഡഡ് ആയിട്ടുള്ള പുതിയ പഴയ പീനൽ കോഡ് ഇപ്പോൾ പുതുക്കിയ സംവിധാനം അടക്കം അതിനൊരു നിയമമുണ്ട്. ആ നിയമം അനുസരിച്ചാണ് കാര്യങ്ങൾ ചെയ്യുന്നതിന് തടസ്സമില്ലല്ലോ, അതിനാർക്കും തടസ്സമില്ല. പക്ഷേ അതിനകത്ത് ഈ ഗവൺമെൻറ് ഇങ്ങനെ ഒരു കമ്മീഷൻ വെച്ചു, വളരെ കൃത്യമായിട്ട് ആ കാര്യങ്ങളെപ്പറ്റി വന്നു, സ്വതന്ത്രമായിട്ട് അത് പഠിച്ചു, അതിൻ്റെ കാര്യങ്ങൾ വന്നു. അത് സംബന്ധിച്ച് ബാക്കി കാര്യങ്ങൾ അതിന് കറക്റ്റീവ് മെഷേഴ്സ് ഉണ്ടാവും. അതിനെപ്പറ്റി ഞാൻ അതിൻ്റെ സാങ്കേതിക കാര്യങ്ങൾ പറയാൻ ഇപ്പോൾ ആളല്ല, അതിനകത്തെ കാര്യങ്ങൾ. അതുകൊണ്ടാണ് സാങ്കേതിക കാര്യങ്ങൾ. അതേസമയം ഞാൻ ഒരു കാര്യം വളരെ ക്ലിയറായി പറയുന്നത്, നിലവിലുള്ള നിയമം അനുസരിച്ച് തന്നെ ഒരു നേരിട്ട് പരാതി ഉണ്ടെങ്കിലും അല്ലാതെയൊക്കെ എടുക്കാനുള്ള നിയമമുണ്ടല്ലോ. ആ നിയമം അനുസരിച്ചിട്ട് മുന്നോട്ട് പോകുന്നതിന് തടസ്സമില്ലല്ലോ, അതിനൊന്നും വ്യത്യസ്തമല്ലല്ലോ. ഇതൊരു അഡീഷണൽ ഇൻഫർമേഷനാണ്. അല്ലെങ്കിൽ ഈ മേഖലയെ സംബന്ധിച്ച് കുറച്ച് കാര്യങ്ങൾ വന്ന പരാതികൾ, പ്രത്യേകിച്ച് വനിതാ പ്രവർത്തകരായിട്ടുള്ള ആളുകൾ ഉൾപ്പെടെ ഉന്നയിച്ച പ്രശ്നങ്ങളെല്ലാം പഠിച്ചു വന്നതാണ്. എന്തായാലും ആ റിപ്പോർട്ട് പുറത്ത് വന്നിട്ടുണ്ട്. അതിനകത്ത് കാര്യമായ ചർച്ച നടക്കും. അതിനകത്ത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ വളരെ അസന്നിഗ്ധമായിട്ട് ഈ കാര്യം സംബന്ധിച്ചുള്ള നിലപാട് പറഞ്ഞു കഴിഞ്ഞു. എന്നെ പിന്തുണച്ചെന്ന് പറയാം ബാലഗോപാൽ. ഞാൻ പറയുന്ന അതേ വാദം ഞാൻ കഴിഞ്ഞ 3-4 ദിവസമായി ഉയർത്തിക്കൊണ്ടിരിക്കുന്ന, ഞങ്ങളെല്ലാം ഉയർത്തിക്കൊണ്ടിരിക്കുന്ന അതേ വാദത്തിനാണ് ധനകാര്യമന്ത്രി പിന്തുണ നൽകിയത്. കേസ് എടുക്കണമെന്നാണ്. 199 അനുസരിച്ച് കേസ് എടുത്തില്ലെങ്കിൽ ഇത് ഒളിച്ചു വെച്ചാൽ അവർക്ക് 6 മാസം തടവ് ശിക്ഷ കിട്ടും. മനസ്സിലായില്ലേ? ഇതറിയാം, ഇത് വായിച്ചവരാണ്. 2 സാംസ്കാരിക മന്ത്രിമാരാണ് ഇത് വായിച്ചവർ. മുഖ്യമന്ത്രി ഇതറിയാവുന്ന ആൾ. അവർ 4.5 കൊല്ലമായി ഇങ്ങനെ ഒരു ഒഫൻസ് കമ്മിറ്റ് ചെയ്ത വിവരം അറിഞ്ഞിട്ടും മറച്ചു വെച്ചത്. അതാണ് വളരെ ലളിതമാണ്. ഇത് ഒട്ടും സങ്കീർണമല്ല, ഒട്ടും കോംപ്ലിക്കേറ്റഡ് അല്ല. ഗുരുതരമായ തെറ്റാണ് സർക്കാർ ചെയ്തിരിക്കുന്നത്. അല്ലേ ഞാൻ പറഞ്ഞത്, ആ കുടുംബത്തിലെ അംഗങ്ങളല്ലേ ഈ പാവം പെൺകുട്ടി. ഞങ്ങൾ അവരുടെ കൂടെയാണ്. ഞങ്ങൾക്ക് കടുത്ത സ്ത്രീപക്ഷ നിലപാടാണ്. എവിടെയാണ് സ്ത്രീകൾ അപമാനിക്കപ്പെടുന്നത്, എവിടെയാണ് അവർ പാർശ്വവൽക്കരിക്കപ്പെടുന്നത്,
എവിടെയാണ് അവരുടെ മീതെ അധീശത്വം സ്ഥാപിക്കുന്നത് അവിടെ അവരുടെ ശബ്ദമായി ഞങ്ങളുണ്ടാവും. ഞങ്ങളുടെ നിലപാടാണ്. കോൺഗ്രസ് പാർട്ടിയുടെ അനുഭവമുള്ള പലരും ഈ അമ്മയിലും പെപ്റ്റിയിലും ഒക്കെ ഉണ്ട്. ആയിക്കോട്ടെ, അതിനെന്താ? അല്ല, അവരോട് എല്ലാവരോടും കൂടി പറയാനുള്ളത് അവരവരുടെ സഹോദരിമാരായി കൂടെ പ്രവർത്തിക്കുന്ന ഈ പാവം സ്ത്രീകളെ കണ്ട് അവരുടെ അഭിമാനം സംരക്ഷിക്കാൻ വേണ്ടി അവർ മുൻനിരയിൽ നിൽക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. എല്ലാവരോടും കോൺക്ലേവ് പിന്നെ അല്ലാതെ ആരോപണ വിധേയനായവനെ ഇപ്പുറത്തും അതിന്റെ അപ്പുറത്ത് ഇരകളായ സ്ത്രീകളെ തിരുത്തി ഈ പാവം പെൺകുട്ടികളെ അപമാനിക്കല്ലേ സർക്കാർ ചെയ്യുന്നത്? അതിന് ഞങ്ങൾ സമ്മതിക്കില്ല. അത്തരം ഒരു കോൺക്ലേവ്, ഈ ആരോപണ വിധേയരായ ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഒരു കോൺക്ലേവ് നടത്താൻ സർക്കാർ തുനിഞ്ഞാൽ അതിന് ഞങ്ങൾ ശക്തിയായി എതിർക്കും. അതായത് മുൻപ് മരണപ്പെട്ട ഒരു നടന് ഒരു മന്ത്രിയായിട്ടുള്ള അവസരം നിഷേധിച്ചു. ഇപ്പോൾ നിലവിൽ അല്ലെങ്കിൽ നേരത്തെ മന്ത്രിയായിരുന്ന ഒരാൾ അവസരം നിഷേധിച്ചു എന്നുള്ളതാണ്. അയാൾക്ക് സീരിയലിൽ പോലും അഭിനയിക്കാനുള്ള അവസരം കൊടുത്തിരുന്നില്ല എന്നുള്ളതാണ്. ഇത് ആരെ ഉദ്ദേശിച്ചാണെന്ന് അല്ല, അതെല്ലാം അന്വേഷിക്കപ്പെടേണ്ട കാര്യങ്ങളാണ്. അന്വേഷിക്കട്ടെ, അതെല്ലാം അന്വേഷിക്കട്ടെ. ഇപ്പോ മന്ത്രിസഭയിൽ മന്ത്രിയായിരിക്കുന്ന ഗണേഷ് കുമാറിന് ഇതിൽ പങ്കുണ്ടോ എന്ന് അന്വേഷിക്കട്ടെ. ഞാൻ കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിനോട് മറുപടി പറയാനാണ് പറഞ്ഞത്. അന്വേഷിക്കട്ടെ. ഇത് ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങൾ ഈ വിഷയം കൊണ്ടുവരുന്നത് നിങ്ങളൂടെ മനസ്സിലാക്കണം, രാഷ്ട്രീയമായിട്ടല്ല. എല്ലാം ഞങ്ങൾ വയനാട് വിഷയം ഉണ്ടായപ്പോൾ രാഷ്ട്രീയമായിട്ടാണ് ഞങ്ങൾ അതിനെ കൈകാര്യം ചെയ്തത്. ഞങ്ങൾ ഈ വിഷയത്തെ രാഷ്ട്രീയമായിട്ടല്ല കാണുന്നത്, ഇതൊരു സ്ത്രീ വിഷയമായിട്ടാണ് കാണുന്നത്. ഒരു സ്ത്രീപക്ഷ നിലപാടാണ് ഈ കാര്യത്തിൽ. അല്ലാതെ ഗവൺമെന്റിനെ ഇതിനനുസരിച്ച് 4 പൂളിയേക്കാം എന്ന് വിചാരിച്ചിട്ടല്ല ഞങ്ങൾ വന്നിരിക്കുന്നത്. ഞങ്ങളൊരു ഇത് നിലപാടാണ്. ഈ നിലപാട് കേരളത്തിന്റെ പൊതുസമൂഹത്തിലേക്ക് വേണം. പ്രതിപക്ഷം എന്ന നിലയിൽ ഞങ്ങൾക്ക് ധാർമ്മികമായ ഉത്തരവാദിത്വമുണ്ട്. അതുകൊണ്ടാണ് ഏത് കൊലകൊമ്പനാണ് ഇതിൻ്റെ അകത്ത് ആരോപണ വിധേയരായിരിക്കുന്നത് എന്നൊന്നും നോക്കാതെയാണ് ഞങ്ങൾ ഈ നിലപാടെടുത്തിരിക്കുന്നത്. പലരും മടിക്കുന്നത് അതുകൊണ്ടാണല്ലോ. വളരെ പ്രധാനപ്പെട്ട ആളുകൾ ഇതിനുണ്ടാകും എന്നതുകൊണ്ടാണല്ലോ പലരും മടിക്കുന്നത്, മിണ്ടാതിരിക്കുന്നത്. ഞങ്ങൾ മിണ്ടുന്നത് ഇതിൻ്റെ അകത്ത് ആളുകളുടെ വലിപ്പച്ചെറുപ്പമല്ല, അപമാനിക്കപ്പെട്ട സ്ത്രീകളെയാണ്, നീതി നിഷേധിക്കപ്പെട്ട സ്ത്രീകൾക്ക് വേണ്ടിയിട്ടാണ്. അവർക്ക് നീതി കിട്ടുന്നത് വരെ ഞങ്ങൾ പോരാ.